നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അന്ന് ഡ്രസ്സിംഗ് റൂമിൽ എന്താണ് സംഭവിച്ചത്? റയൽ മാഡ്രിഡ് ബയേൺ മ്യൂണിക്കിനോട് പരാജയപ്പെട്ടു. ആ പരാജയത്തിന് ഒരു പ്രധാന കാരണം എഡ്വാർഡോ കമവിംഗയുടെ റെഡ് കാർഡാണ്. അദ്ദേഹം കളിക്കളത്തിൽ ചെയ്ത സ്റ്റുപ്പിഡിറ്റി, റഫറി സെക്കൻഡ് യെല്ലോ കൊടുത്ത് പുറത്താക്കി. പിന്നെ എന്ത് സംഭവിച്ചു? മാർക്ക അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന് കരച്ചിൽ നിർത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആ റെഡ് കാർഡിന് ശേഷം കമവിംഗ പൊട്ടി കരയുകയായിരുന്നു സുഹൃത്തുക്കളെ. അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സ് കളി കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിലേക്ക് എത്തുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് കരയുന്നു. കംപ്ലീറ്റ്ലി ഡെവസ്റ്റേറ്റഡ്, ആകെ തകർന്നു പോയ അവസ്ഥയിലായിരുന്നു കമവിംഗ ഉണ്ടായിരുന്നത് ഇൻ ദി ഡ്രസ്സിംഗ് റൂം. അദ്ദേഹത്തെ ഒരു തരത്തിലും ആശ്വസിപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെ ആശ്വസിപ്പിച്ചിട്ടും അദ്ദേഹം കരച്ചിൽ തുടരുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശമായിട്ടുള്ളൊരു മൊമെൻറ്റിൽ അദ്ദേഹത്തെ വല്ലാതെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും കമവിംഗയെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ തൊട്ടടുത്ത ദിവസം കമവിംഗ മാപ്പ് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുന്നൊക്കെ കണ്ടു, ആരാധകരോട് മാപ്പ് പറയുന്നത്. അതുകൊണ്ടൊന്നും തീരുന്ന നഷ്ടമല്ലല്ലോ റയലിന് പറ്റിയത്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കാം, മൂവ് ഓൺ ചെയ്യുക, അതുമാത്രമേ ചെയ്യാനുള്ളൂ. ഏതായാലും ഇന്ന് അൽവാരോ ആർബിലോവ സ്ക്വാഡിനെ കാണുന്നുണ്ട്. വിശദമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയാൻ പോകുന്നത് കമ്മിറ്റ്മെൻ്റ് ആവശ്യമാണ്. സീസണിൻ്റെ ബാക്കി ഭാഗത്തേക്ക് പ്രൊഫഷണലിസവും കമ്മിറ്റ്മെൻറ്റും കാണിക്കണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒന്നുമില്ല. ലലീഗയിൽ കുറേ പോയിൻറ്റിന് പുറകിലാണ്. ഇനി പ്രതീക്ഷയില്ലാത്തവണ്ണം കളിക്കുക, അതല്ല വേണ്ടത്. നല്ല കമ്മിറ്റ്മെൻറ്റോടുകൂടി പ്രൊഫഷണലിസത്തോടുകൂടി കളിക്കണമെന്ന് അൽവാരോ ആർബിലോവ പറയുന്നു. അത് ഇന്ന് താരങ്ങളോട് സംസാരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടീമിൻ്റെ യൂണിറ്റി. ഇപ്പോൾ സീസണിൻ്റെ അവസാനം വലിയ ചലഞ്ചിങ് ആണ്, ശരിയാണ്. പക്ഷേ ഇൻ ദി എൻഡ് വേണ്ടത് നമുക്ക് യൂണിറ്റിയാണ് എന്നാണ് ഇപ്പോൾ ആർബിലോവ ഇന്ന് താരങ്ങളോട് പറയാൻ പോകുന്നത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മരിയോ കോർട്ടെഗാന ദി അത്ലറ്റിക്കിൻ്റെ ജേർണലിസ്റ്റ് അക്കാര്യം വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നു. കോർട്ടെഗാനയുടെ റിപ്പോർട്ടാണ്. ഒരു കാര്യം കൂടി അതിൽ പറയുന്നുണ്ട്. അത് ആർബിലോവയെ ഒരുപാട് താരങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. ആർബിലോവയും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെയും ബയേൺ മ്യൂണിക്കിനോട് തോറ്റു പുറത്തായെങ്കിലും താരങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഹെഡ് കോച്ച് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ റയലിൻ്റെ അവസാന സ്ട്രെച്ചായിരിക്കും ഇത്. അത് എങ്ങനെ പെർഫോം ചെയ്യും ടീം എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.